നിങ്ങളൊരു എംപ്ലോയി അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള റെക്കഗ്നേഷൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ പോകുന്ന സമയത്ത് എംപ്ലോയീസിന് ഒരുപാട് റൈറ്റ്സുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് റൈറ്റ് ആണ് നമുക്ക് ലീവിന്റെ റൈറ്റ്. ഇപ്പൊ മിക്ക കമ്പനീസുകാർ പറയുന്ന സമയത്ത് ഒരു ലീവ് തരില്ല. നമുക്കൊരു മാസത്തിൽ ഒരു സിക്ക് ലീവ് ഉണ്ടാവില്ല, ഒരു ക്യാഷ്വൽ ലീവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലീവ് നമുക്ക് എടുക്കാനുള്ളതാണ്. അത് നമ്മൾ ചോദിച്ച് നമ്മൾ മാനേജേഴ്സിന് എടുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരാണോ കമ്പനീന്റെ ആ റെസ്പോൺസിബിൾ പേഴ്സൺ ആളെടുത്ത് നമ്മൾ വാങ്ങണം. ഓക്കെ, അത് മന്ത്ലി 1 ടൈം നിങ്ങൾക്ക് നീഡഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് ഷുവറായിട്ട് നിങ്ങൾ കമ്പനിയിൽ നിന്ന് റൈറ്റ് സൈഡ് വാങ്ങാം. രണ്ടാമത്താണ് വർക്കിംഗ് ഹവേഴ്സ് 9:30 to 5:30 ആണ്. അപ്പോൾ എല്ലാം 9:30 to 5:30 എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചില നിങ്ങൾ പെൻഡിങ് വർക്ക്സ് ഉണ്ട്, നിങ്ങൾ മെല്ലെ മെല്ലെ ടൈം കൂടും. ഞാൻ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ 5:30 എന്ന് പറഞ്ഞ് രാത്രി 9 മണിക്കാണ് വിടുന്നത്, 8 മണിക്കാണ് സ്ഥിരമായിട്ട് വിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓരോട് റൈറ്റ് ഉണ്ട് എന്ന് ചോദിക്കാനുള്ള. എൻ്റെ വർക്കിംഗ് ഹവേഴ്സ് 9:30 to 5:30 അല്ലേ എൻ്റെ ഓഫർ ലെറ്ററിൽ ഉള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ എടുപ്പിക്കുന്നത് നല്ല പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോബിനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എടുത്തത് ഇപ്പോൾ ഒരു സെയിൽസ് ടീമിലേക്കാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ആ ക്ലാരിറ്റി മിസ്സായത് കണ്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഓഫർ ലെറ്റർ എന്താണോ ഉള്ളത് ആ ഓഫർ ലെറ്ററിനനുസരിച്ചിട്ടുള്ള ജോബിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ചോദിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ ജോബിൻ്റെ റോൾസൊക്കെ എങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്, അത് പിന്നെ എന്താ ഈ രീതിയിലേക്ക് പോയത് എന്നുള്ളത് പ്രോപ്പറായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇക്വാലിറ്റി ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തുല്യരാണ്. എന്തെങ്കിലും റൂൾസോ റെഗുലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുല്യമായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ആ കാര്യം ഒരാൾക്ക് മാത്രമാണ് അത് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. എന്താ എനിക്ക് മാത്രമാണ് ഈ റൂൾസ് റെഗുലേഷൻസിലെ ബാക്കിയുള്ളവർക്ക് ഇത് ബാധിക്കൂല എന്നുള്ളത് ചോദിക്കാൻ റൈറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള, കാരണം ഇപ്പോൾ പല ആൾക്കാരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം സാലറിൻ്റെ കേസ്. ഇപ്പോൾ സാലറിൻ്റെ കേസ് എല്ലാ മാസവും നമുക്ക് ഓഫർ ലെറ്റർ ചിലപ്പോൾ ഉണ്ടാവും 10-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവും 5-ാം തീയതി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ 5-ാം തീയതി കഴിഞ്ഞിട്ട് സാലറി കിട്ടുന്നില്ല എന്ന് ഓരോ ചോദിക്കുക. ഒരു തരാതെ പോകുന്നില്ല, ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഓരോട് ചോദിക്കുക എന്തുകൊണ്ടാണ് സാലറി തരാത്ത, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ വേണം ചോദിക്കുക. എൻ്റെ സാലറി കിട്ടിയിട്ടില്ല, എനിക്കത് സാലറി കിട്ടാത്ത, അങ്ങനെയൊന്നും ചോദിക്കരുത്. നമുക്ക് സാലറി കിട്ടിയിട്ടില്ല, കാരണം 5-6-ാം തീയതി നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരു പറയുകയാണെങ്കിൽ 10-ാം തീയതി, അപ്പോൾ 10-ാം തീയതി ആയിട്ട് ഒരു തന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ക്യാഷ് ഒക്കെ പലവർക്ക് അയക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സുകൾ, ബാങ്കിൻ്റെ എറേഴ്സുകളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്തിന് കിട്ടാതെ. എന്നിരുന്നാലും 5-ാം തീയതി ആണ് നിങ്ങൾക്ക് എൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം തീയതി കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി നോക്കാം. അതിൻ്റെ റൈറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെക്കാട്ടിലും അടിപൊളിയൊരു വീഡിയോസ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.